അമിത ലാഭത്തിനു വേണ്ടി മിൽമ കൃത്രിമം കാണിക്കില്ലെന്ന് മിൽമ ചെയർമാൻ KS മണി. ശബരിമലയിലേക്ക് അയച്ച നെയ്യിന് ഗുണനിലവാരമില്ല എന്ന് ഇതുവരെയും മിൽമയെ അറിയിച്ചിട്ടില്ല. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഇടപാടുകാരാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മിൽമയുടെ നെയ്യ് മാറ്റി നിലവാരമില്ലാത്ത നെയ്യ് ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നും KS മണി പറഞ്ഞു. അവിടെ സപ്ലൈ ചെയ്തതിന് ശേഷം ആ സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ കൈപ്പറ്റിയതായിട്ട് ശബരിമലയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ രേഖാമൂലം തന്നെ നമ്മൾ തിരുവനന്തപുരം മേഖലാ യൂണിയന് കൊടുക്കും. അതിന് നമ്മൾ സപ്ലൈ ചെയ്തതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് പല തരത്തിലും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റിയിൽ ഒരു പോരായ്മയും ഉള്ളതായിട്ട് ഇതുവരെ നമുക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ സപ്ലൈ ചെയ്ത 1,65,000 ലിറ്റർ ആദ്യത്തെ ഓർഡർ അതായിരുന്നു. 1,65,000 ലിറ്ററാണ് സപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. അത് പൂർണ്ണമായി സപ്ലൈ ചെയ്ത് ദേവസ്വം ബോർഡിന്റെ എമൗണ്ടും പൂർണ്ണമായി തിരുവനന്തപുരം മേഖലാ യൂണിയന് കിട്ടിയതായിട്ടാണ് പറയുന്നത്. പിന്നെ എന്താണ് മിൽമ കള്ളത്തരം ചെയ്തു അല്ലെങ്കിൽ മിൽമ കൃത്രിമം ചെയ്തു എന്ന് പറയുന്നതിന്റെ വസ്തുത നമുക്കറിയുന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശബരിമലയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സപ്ലൈ ചെയ്ത ചിലരുടെ ഓർഡറുകൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവരെടുക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു കുൽസിത ശ്രമം സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആരോപണം കൃത്യമായിട്ട് അറിവൊന്നുമില്ല.